12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്ത ഒരു വീഡിയോ ആണിത്. പക്ഷേ അവരുടെ പേരൻസ് നിർബന്ധമായിട്ടും ഇത് കണ്ടിരിക്കണം. 1920കളിലെ ജർമ്മനി. നല്ല തണുപ്പുള്ള ഒരു രാത്രിയാണ്. പീറ്റർ കർട്ടൻ അയാളുടെ പണി സാധനങ്ങളുമായി ആ ഒരു ബെഞ്ചിൻ്റെ അരികിലേക്ക് പതിയെ നടന്നെത്തി. പണി സാധനങ്ങളെന്ന് പറയുമ്പോൾ അതിൽ പിച്ചാത്തികളുണ്ട്, പല വലിപ്പത്തിലും രൂപത്തിലുമുള്ളത്. കത്രികയുണ്ട്, നീളത്തിലുള്ളതും ചെറിയ വലിപ്പത്തിലുള്ളതുമായിട്ടുള്ള കത്രികകൾ. പല വലിപ്പത്തിലുള്ള ചുറ്റികയും അയാളുടെ പക്കലുണ്ട്. അയാൾ നടക്കുന്ന ആ ബെഞ്ചിൽ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. ജീവനോടെയുള്ള പെൺകുട്ടി. കൈയും കാലും കെട്ടിയിട്ടിട്ടുണ്ട് ആ ബെഞ്ചിനോട് ചേർത്ത് തന്നെ. കൂടാതെ വായിൽ എന്തൊക്കെയോ തിരികെ വെച്ചിട്ടുമുണ്ട്. ആ പെൺകുട്ടിയെ കൊല്ലുക എന്നുള്ള ഒരു ഉദ്ദേശവും അയാൾക്കുണ്ടായിരുന്നില്ല. അയാളുടെ ലക്ഷ്യം ആസ്വാദനം മാത്രമാണ്, വേദനിപ്പിച്ചുകൊണ്ടുള്ള ആസ്വാദനം. അയാൾക്ക് എപ്പോഴാണോ സെക്ഷൽ ഓർഗാസം ഉണ്ടാകുന്നത് അപ്പോൾ വരെ അയാൾ ആ പ്രവൃത്തി തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ ആ പെൺകുട്ടി മരിക്കാനുള്ള സാധ്യതയുണ്ട്. മരിച്ചാൽ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിരാശയായിരിക്കും. കാരണം അയാളുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ സാധ്യമായിട്ടില്ല. മരിക്കുന്ന സമയത്ത് തന്നെയാണ് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭ്യമാകുന്നതെങ്കിൽ അതാണ് അയാൾക്ക് ഏറ്റവും വലിയ കിക്ക് സമ്മാനിക്കുക. കുറേയധികം പേർ മരിച്ചിട്ടില്ല, കാരണം മരിക്കുന്നതിന് മുൻപ് അയാൾക്ക് സെക്ഷൽ ഓർഗാസം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കേസ് സ്റ്റഡികളിലൂടെയാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മോട്ടിവേഷനായിട്ട് മാറിയത് മാർക്കോ എന്ന ഒരു സിനിമയാണ്, മലയാള സിനിമയാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ചലച്ചിത്രം. എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ക്രൂരമായിട്ട് കൊല്ലുന്നത്? ഈ സിനിമയിൽ നായകൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ ക്രൂരമായിട്ട് വില്ലന്മാർ കൊല്ലുന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ നിറയുന്നുണ്ട്. അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്? കൊലപാതകങ്ങൾ പലതരത്തിലുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും ഒരു കാര്യസാധനത്തിന് നടത്തുന്ന കൊലപാതകമായിരിക്കാം. നമുക്ക് എന്തെങ്കിലും അപകടമുണ്ടാവുകയാണെങ്കിൽ അതിനെ തുടർന്നുണ്ടാക്കുന്ന ഡിഫൻസ് കാരണം എതിരാളി മരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു കയ്യബദ്ധമായിരിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ചെയ്യുന്ന കൊലപാതകങ്ങളായിരിക്കാം. കൊല്ലണമെന്നുള്ള ഒരു ആഗ്രഹവുമില്ല, പക്ഷേ ആ വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അലർച്ച കേൾക്കണം, അയാളുടെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന ചോര കണ്ട് ആസ്വദിക്കണം. അത് കുടിക്കുന്ന ആളുകൾ പോലുമുണ്ട്. വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ്. ഞാനിതിനു വേണ്ടി ഒരുപാട് ശാസ്ത്ര പ്രബന്ധങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. സൈക്കോളജിക്കലായിട്ടുള്ള, സൈക്കാട്രിക്കലായിട്ടുള്ള, ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സോഷ്യോളജിക്കലായിട്ടുള്ള റിസർച്ചുകൾ, ഇതൊക്കെ കേസ് സ്റ്റഡീസ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. ശരിക്കുമുള്ള കേസുകൾ എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ. പല കേസുകളും നമുക്ക് പരിശോധിക്കാം. ആ കേസുകളിൽ നടത്തിയിട്ടുള്ള പഠന ഫലങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനോടൊപ്പം തന്നെ എനിക്ക് കൂട്ടി വായിക്കേണ്ടത് ഇത് മനുഷ്യൻ എങ്ങനെയാണ് ആസ്വദിക്കുന്നതെന്നാണ്. ഞാൻ പറയുന്നത് സിനിമയെക്കുറിച്ചാണ്. സിനിമയിൽ ആ രംഗങ്ങൾ കാണുമ്പോൾ അത് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കതെങ്ങനെയാണ് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും വില്ലന്മാർ കൊല്ലുന്നത് കണ്ടായിരിക്കില്ല ഈ കൂട്ടർ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ പ്രതികാരം ചെയ്യുന്ന ആ നായകൻ്റെ ചെയ്തികൾ കണ്ടിട്ടായിരിക്കും അവർക്ക് ആ സിനിമ ഇഷ്ടമാകുന്നത്. എന്തായാലും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ പഠനങ്ങളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് പൂർണ്ണമായിട്ടും ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. താല്പര്യമുള്ളവർ പരിശോധിക്കുക. ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ
പീറ്റർ കേർട്ടൻ്റെ കേസിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. അയാൾക്ക് പ്രധാനമായിട്ടും 2 അപരനാമങ്ങളുണ്ടായിരുന്നു. ഒന്ന് വാമ്പയർ ഓഫ് ഡുസൽഡോർഫ്. ഡുസൽഡോർഫിലുള്ള വ്യക്തിയാണ് അയാൾ വാമ്പയറാണ്. അതായത് അയാൾ കൊല്ലുന്ന അയാളുടെ ഇരകളുടെ രക്തം കുടിക്കാൻ അയാൾ ശ്രമിക്കുമായിരുന്നു. അത് അയാൾ സെക്ഷുവലി ആസ്വദിക്കുമായിരുന്നു. കിങ് ഓഫ് ദ സെക്ഷൽ പെർവേർട്ട് എന്ന ഒരു അപരനാമം കൂടി അയാൾക്കുണ്ട്. അയാളെപ്പോലെ അത്രയും മൃഗീയമായി ക്രൂരമായിട്ട് ലൈംഗികത ആസ്വദിക്കാൻ സാധിക്കുന്ന മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് സംശയമാണ്. 9 കൊലപാതകങ്ങളും 7 കൊലപാതക ശ്രമങ്ങളും നടത്തിയതിൻ്റെ പേരിൽ പീറ്റർ കേർട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളുടെ കുറ്റവിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് സൈക്കോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഇതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി കാൾബർഗ് ആണ്. കാൾബർഗ് ഒരുപാട് ഇൻ്റർവ്യൂസ് ജയിലിൽ വന്ന് നടത്തിയിട്ടുണ്ട്. അതിലൂടെ കാൾബർഗിന് മനസ്സിലാക്കാൻ സാധിച്ചത് ലൈംഗികമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് വേണ്ടി അല്ലെങ്കിൽ സെക്ഷൽ ഓർഗാസത്തിന് വേണ്ടി മാത്രമാണ് അയാൾ ഈ കൊലപാതകങ്ങളൊക്കെ തന്നെയും ചെയ്തു കൂട്ടിയത്. കാൾബർഗിൻ്റെ അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇയാൾ ഭ്രാന്തനല്ല. ഇയാളെ കുറ്റവിചാരണ നടത്താം, ശിക്ഷിക്കാം, വേണമെങ്കിൽ കൊല്ലാം. കാരണം ഇയാൾക്ക് ഇയാളുടെ വികാരങ്ങളെയൊക്കെ തന്നെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. കാൾബർഗ് ഇത് ഉപമിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനുമായിട്ടാണ്. സാധാരണ ഒരു പുരുഷന് കാണാൻ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അട്രാക്ഷൻ തോന്നും. പക്ഷേ അട്രാക്ഷൻ തോന്നുന്ന എല്ലാ സ്ത്രീകളുടെയും പിന്നാലെ ആ വ്യക്തി പോകില്ല. അയാളുടെ ആഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ജീവിക്കുക. അയാളുടെ പാർട്ട്ണറിനോടൊപ്പം മാത്രമായിരിക്കും കഴിയുക. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കും. അതുപോലെ തന്നെ പീറ്റർ കേർട്ടണും അയാളുടെ ആ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെയാണ് വിചാരണ ആരംഭിക്കുന്നത്. വിചാരണയുടെ ഒടുവിൽ അയാളെ കൊല്ലാനുള്ള ഉത്തരവാണ് കോടതി പുറപ്പെടുവിക്കുന്നത്. 1920-കൾ നടത്തിയിട്ടുള്ള പഠനങ്ങളായതുകൊണ്ട് പീറ്റർ കേർട്ടൻ്റെ കേസിൽ ന്യൂറോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്താൻ സാധിച്ചില്ല. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് പഠനങ്ങളും നടത്താൻ സാധിച്ചില്ല. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇതേ കേസുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പല ശാസ്ത്ര പഠനങ്ങളും പ്രബന്ധങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പഠനമാണ് 2002 പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് കുട്ടിക്കാലത്ത് നമുക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വളരെ വയലൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലുള്ള MAOA ജീൻ അല്ലെങ്കിൽ വാരിയർ ജീനിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ്. അങ്ങനൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെ വയലൻ്റ് ആയിട്ടായിരിക്കും പ്രതികരിക്കുക. പീറ്റർ കേർട്ടൻ്റെ കേസിൽ ഇത് ബാധകമാണ്. 1883 ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അയാൾ ജനിക്കുന്നത്. അയാളുടെ അച്ഛൻ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എല്ലാ ദിവസവും അയാൾ മദ്യപിച്ചതിന് ശേഷം ക്രൂരമായിട്ട് തന്നെ അയാളുടെ മക്കളെയും ഭാര്യയെയും മർദ്ദിക്കുമായിരുന്നു. മിക്ക ദിവസങ്ങളിലും അയാളുടെ ബെഡ്റൂമിൽ അയാളൊരു അസംബ്ലി വിളിച്ചു കൂട്ടും. ആ അസംബ്ലി വിളിക്കുന്ന സമയത്ത് തന്നെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരിക്കണം. പീറ്റർ കേർട്ടന് പുറമെ ഒരു പെൺകുട്ടി കൂടിയുണ്ട്. പീറ്റർ കേർട്ടനേക്കാൾ 1 വയസ്സ് മൂത്ത ഒരു കുട്ടി. ഇവർ 3 പേരെയും അവിടെ നിർത്തിക്കൊണ്ട് അയാളുടെ ഭാര്യയെ വിവസ്ത്രയാക്കും. എതിരെ പ്രതികരിക്കുകയാണെങ്കിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളായിരിക്കും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ആ 2 പിഞ്ചു കുട്ടികളെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കും അയാളുടെ ഭാര്യയുമായിട്ട് ക്രൂരമായിട്ടുള്ള വന്യമായിട്ടുള്ള ലൈംഗികതയിലേക്ക് കടക്കുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ പീറ്റർ കേർട്ടനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനം ഒട്ടും വൈകാതെ കാണാനും സാധ്യമായി. വെറും 12 വയസ്സ് മാത്രമുള്ളപ്പോൾ 13 വയസ്സുള്ള തൻ്റെ ചേച്ചിയെ ക്രൂരമായിട്ട് ആ കുട്ടി പീഡിപ്പിച്ചു. അങ്ങനെയാണ് അയാൾ ആദ്യമായി ജയിലിലാകുന്നത്. രണ്ടാമത്തെ കേസ് ചാൾസ് വിറ്റ്മാൻ്റെ ആണ്. വർഷം 1966. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിലേക്ക് ഒരു വലിയ തോക്കുമായിട്ട് അയാൾ കടന്നു ചെല്ലുകയായിരുന്നു. കണ്ണിൽ കണ്ട എല്ലാവരെയും അയാൾ വെടിവെച്ച് വീഴ്ത്തി. 16 പേരാണ് മരണമടഞ്ഞത്. 31 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റു. അയാളുടെ മരണശേഷം ഡോക്ടേഴ്സ് അയാളുടെ തലച്ചോറിൽ ന്യൂറോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്തി. തലച്ചോറെടുത്ത് പരിശോധിച്ചപ്പോഴാണ് മറ്റുള്ളവരുടെ തലച്ചോറിൽ നിന്നും അത് അല്പം വ്യത്യസ്തമാണെന്ന് മനസ്സിലായത്. ഒരു അബ്നോർമലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്, ഗ്ലയോബ്ലാസ്റ്റോമ ട്യൂമർ. അത് അമീഗ്ഡാലയുമായിട്ട് കൂട്ടിമുട്ടുകയും അത് വലിയ രീതിയിലുള്ള ഒരു പ്രഷർ അവിടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിൽ അമീഗ്ഡാലയ്ക്ക് വലിയ പങ്കുണ്ട്.
ആ അമിഗ്ഡാല കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരിക്കലും അയാളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്ക് എപ്പോൾ ദേഷ്യം വന്നാലും ആ ദേഷ്യത്തെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ വ്യക്തി ഒരു പേഷ്യൻ്റാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും അയാളുടെ വികാരത്തെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായിട്ടും ആ ദേഷ്യം പ്രകടിപ്പിക്കും. കയ്യിൽ കിട്ടുന്ന ആയുധങ്ങൾ മുൻപിൽ നിൽക്കുന്ന ആളുകളുടെ മേൽ അയാൾ പ്രയോഗിക്കുന്നതാണ്. അത്തരത്തിലാണ് ആ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറിയത്. മൂന്നാമത്തെ കേസ് 1980-കൾ നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതക പരമ്പരകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1-2 പേരല്ല, 33 പേരാണ് കൊല്ലപ്പെട്ടത്. 33 പേരും പുരുഷന്മാരായിരുന്നു, പല പ്രായത്തിലുള്ള പുരുഷന്മാർ. പക്ഷേ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കുട്ടികളാണ്. കൊലപാതകിയുടെ പേര് ജോൺ വെയ്ൻ ഗേസി. കില്ലർ ക്ലൗൺ എന്ന ഒരു പേര് കൂടി അയാൾക്കുണ്ട്. കാരണം ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഒരു കോമാളിയായി അല്ലെങ്കിൽ ഒരു ക്ലൗണായിട്ട് അയാൾ ജോലി ചെയ്തിരുന്നു. അയാളുടെ തലച്ചോറിൽ ന്യൂറോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അബ്നോർമലായിട്ടുള്ള ഒന്നും തന്നെ കണ്ടെടുക്കാൻ സാധ്യമായില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. കൂടാതെ ഒരുപാട് തിയറീസും പ്രപ്പോസ്ഡ് ആയിട്ടുണ്ട്. ആ തിയറീസൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. കേസുകളെല്ലാം പറഞ്ഞതിന് ശേഷം അവസാന ഭാഗത്ത് ആ തിയറികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നമുക്ക് അടുത്ത കേസിലേക്ക് കിടക്കാം. കേസ് നമ്പർ 4, റിച്ചാർഡ് റാമറീസ് അല്ലെങ്കിൽ നൈറ്റ് സ്റ്റോക്കർ. 1980-കൾ തന്നെയാണ് അയാളുടെ കൊലപാതക പരമ്പരകളും അരങ്ങേറുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ രാത്രി അതിക്രമിച്ച് കയറും. അവിടെയുള്ള പുരുഷന്മാരെയും കുട്ടികളെയും എല്ലാം കൊന്നതിന് ശേഷം അവിടെയുള്ള സ്ത്രീകളെ അയാൾ റേപ്പ് ചെയ്ത് കൊല്ലും. അങ്ങനെ ഒരുപാട് കൊലപാതക പരമ്പരകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഇയാളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ നടത്താൻ സാധിച്ചു. അയാൾക്ക് സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് കണ്ടെത്തി. ഇയാൾക്ക് ഒരു സാമൂഹിക ബന്ധമുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല. എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള രോഗമുള്ള വ്യക്തി ഒറ്റയ്ക്ക് തനിച്ചായിരിക്കും കഴിയുക. ഒരു വനത്തിൻ്റെ ഉള്ളിൽ ഒരു കൂടാരം കെട്ടി അവിടെ താമസിക്കുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുക. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഹൈപ്പർ സെക്ഷുവാലിറ്റിക്ക് അടിമയാണെങ്കിലോ? അങ്ങനെ അടിമയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി. അതായത് ഒരേ സമയത്ത് തന്നെ അയാൾക്ക് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള കേസുകളുണ്ട്. ആദ്യം പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം അയാൾക്ക് ഒരു സാമൂഹിക ബന്ധവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അയാൾക്ക് ഒരു കാമുകിയും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ അതേ വ്യക്തിക്ക് തന്നെ വളരെ ഹൈപ്പറായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റികൾ ഏർപ്പെടേണ്ട ഒരു ആവശ്യം കൂടി ശാരീരികമായിട്ട് ഉണ്ടാകും. അതിനെ തുടർന്നാണ് പലപ്പോഴും ഇയാൾ വീടുകൾ അതിക്രമിച്ച് കയറുന്നത്. ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്യാനും ഇയാൾക്ക് മടിയില്ല. ഒരേ സമയത്ത് തന്നെ 3 വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള മൃഗമായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തി. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. അയാളുടെ മോശമായിട്ടുള്ള ചെറുപ്പകാലമാണ്. ആ ചെറുപ്പകാലത്തിൽ വളരെയധികം വയലൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അയാൾ കണ്ടിട്ടുണ്ട്. കൂടാതെ ആ വയലൻസ് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. മദ്യപാനിയായിരുന്നു ഇയാളുടെയും പിതാവ്. ദേഷ്യം വരുമ്പോൾ മകൻ്റെ തലയുടെ മുൻഭാഗത്തായിട്ട് ആഞ്ഞി ഇടിക്കുമായിരുന്നു. കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ കൊണ്ടൊക്കെ തല അടിക്കുമായിരുന്നു. അതിനെ തുടർന്ന് അയാൾ പലപ്പോഴും ബോധക്ഷയം വന്ന് നിലത്ത് വീണിട്ടുണ്ട്. ഇയാളുടെ തലച്ചോറിൻ്റെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം പിതാവിൻ്റെ ക്രൂരമായിട്ടുള്ള പീഡനത്തെ തുടർന്ന് കിട്ടിയതാണ്. അതൊക്കെ തന്നെയാണ് അയാൾക്ക് ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. കേസ് നമ്പർ 5, ആൽബർട്ട് ഫിഷ് അല്ലെങ്കിൽ ദ ഗ്രേ മാൻ. ഏറ്റവും സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു കൊലപാതകിയാണ് ഇയാൾ. ഇയാൾ കൊല്ലുന്നതെല്ലാം കുട്ടികളെയാണ്. കുട്ടികളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലും. അവരുടെ ശരീര അവയവങ്ങൾ മുറിച്ചെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് തന്നെ അയാൾ ഭക്ഷിക്കുന്ന ഒരു പതിവ് കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇയാൾക്ക് കിട്ടുന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ഈ കൊലപാതകത്തിനൊക്കെ ശേഷം എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നും കൊലപാതകം നടത്തുമ്പോഴുള്ള ആ കുട്ടിയുടെ കരച്ചിലും നിലവിളിയും ഒക്കെ എങ്ങനെയായിരുന്നുവെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കത്തായിട്ട് എഴുതി ആ കുട്ടിയുടെ പേരൻസിന് അയാൾ അയച്ചു കൊടുക്കും. ആ കത്ത് എഴുതുമ്പോഴാണ് അയാൾക്ക് ഏറ്റവും വലിയ കിക്ക് ലഭ്യമാകുന്നതെന്ന് പിന്നീടുള്ള വിചാരണയിലൂടെ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ കേസ് കുറച്ച് ഇൻഫേമസ് ആയിട്ടുള്ള മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കേസാണ്.
ആ സീരിയൽ കില്ലറുടെ പേര് ടെഡ് ബണ്ടി എന്നാണ്. അയാൾ 30 സ്ത്രീകളെയാണ് ക്രൂരമായിട്ട് കൊന്നത്. അയാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സീരിയൽ കില്ലറാണെന്ന് ആരും പറയില്ല. ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണെന്നേ പറയുകയുള്ളൂ. അതിസുന്ദരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് 30ഓളം സ്ത്രീകൾ അയാളുടെ വലയിൽ വന്ന് വീണുപോയത്. അയാൾക്ക് നെക്രോഫീലിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. അതായത് മരണശേഷം ആ ശവശരീരങ്ങളിൽ അയാൾ ലൈംഗിക സുഖം കണ്ടെത്തിയിരുന്നു. ASPD അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. 2017 ലാൻസെറ്റ് സൈക്കാട്രിയിൽ ASPD അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു. ആ പ്രബന്ധത്തിൽ പറയുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലും അമിഗ്ഡാലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഇംബാലൻസ് കാരണം ഒരു വ്യക്തി ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുമെന്നാണ്. അയാൾ നാർസിസിസ്റ്റിക് ക്യാരക്ടറുള്ള ഒരു വ്യക്തി കൂടിയാണ്. അയാൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ചുള്ള ഒരു ചിന്തയുമില്ല, എമ്പതി തൊട്ട് തീണ്ടിയിട്ടില്ല. അയാൾക്ക് അയാളുടെ സുഖങ്ങളെക്കുറിച്ച് അയാളുടെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അത് അയാളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ക്രിറ്റിസിസം ഒട്ടും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. എല്ലായ്പ്പോഴും അയാളെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. പുകഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നല്ല സ്വഭാവമുള്ള വ്യക്തി എന്ന രീതിയിൽ പുകഴ്ത്തുന്നതല്ല അയാൾക്കിഷ്ടം. ഏറ്റവും ക്രൂരനായിട്ടുള്ള വ്യക്തിയാണ് അയാൾ. അയാൾക്ക് ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത് പോലും അയാൾക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. വാർത്തകളിലൊക്കെ ഇത്തരത്തിൽ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ഒരു ക്രൂര കൊലപാതകയെക്കുറിച്ച് പബ്ലിഷ് ചെയ്ത് വരുന്നത് കാണുമ്പോൾ അയാൾക്ക് അതിയായ സന്തോഷം ലഭ്യമാകും. ആ സന്തോഷത്തിനു വേണ്ടി അയാൾ വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ ചെയ്ത് ആളുകളിൽ ഭീതി ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഇനി ശാസ്ത്രീയമായിട്ടുള്ള ചില പഠനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസ് അനുസരിച്ച് മുൻപിലുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് വളരെ വയലൻ്റായിട്ട് ക്രൂരമായിട്ട് ബിഹേവ് ചെയ്യും. മറ്റൊരു തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. പ്രപ്പോസ് ചെയ്തത് ആൽബർട്ട് ബാൻഡുരാനാണ്. ഈ തിയറി അനുസരിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടു വളരുന്ന വയലൻ്റായിട്ടുള്ള സീനുകൾ ഒരു കുട്ടിയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. വയലൻസ് പതിയെ പതിയെ ആ കുട്ടി ആസ്വദിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും കുട്ടികൾ വയലൻ്റ് ആയിട്ടുള്ള സീനുകളും സാഹചര്യങ്ങളും ഒരിക്കലും കാണരുതെന്ന് പറയുന്നത്. പക്ഷേ അത് സിനിമകളുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സമൂഹത്തിലും അത്തരത്തിലുള്ള കാഴ്ചകൾ കാണരുത്. വീടിൻ്റെ ഉള്ളിലും ഒരു കാരണവശാലും കാണരുത്. പലപ്പോഴും നമ്മൾ സിനിമയെക്കുറിച്ചൊക്കെ ആയിരിക്കും പറയുക, ഇന്ന സിനിമ കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരല്പം ലൈറ്റായിട്ടുള്ള വയലൻസ് കണ്ടാൽ പോലും അത് കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നതാണ്. സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്നതാണ്. വീട്ടിൽ ഒരുപാട് രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടെങ്കിൽ അത് കുട്ടിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ഭാവിയിൽ ഒരുപക്ഷെ ആ കുട്ടി വയലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഒരു സീരിയൽ കില്ലർ പോലുമായി മാറിയേക്കാം. ശാസ്ത്ര പഠനങ്ങളും യഥാർത്ഥ കേസ് സ്റ്റഡികളും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികളുള്ള വീട്ടിൽ ഒരു കാരണവശാലും വയലൻ്റ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവരുത്. ശാരീരികമായിട്ട് ആരും ആക്രമിക്കുന്നതായിട്ട് കുട്ടികൾ കാണാൻ പാടില്ല. ഉറപ്പായിട്ടും കുട്ടികൾക്കും അത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നേരിടേണ്ട അവസ്ഥയും ഉണ്ടാവാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ആധുനിക കാലഘട്ടത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ കൂടി നമ്മൾ ഇവിടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയകൾ കുട്ടികൾ കാണുന്ന റീലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. വയലൻ്റ് ആയിട്ടുള്ള ഒരു ദൃശ്യവും അവർ കാണാൻ പാടില്ല. ഗ്യാം തിയറി അല്ലെങ്കിൽ ജനറൽ അഗ്രസീവ് മോഡൽ ഒരുപാട് മേഖലകളെ ചേർത്ത് വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനമാണ്. ഈ പഠനമനുസരിച്ച് ഒരു വ്യക്തി വയലൻ്റായിട്ട് പ്രതികരിക്കുന്നത് ഒരൊറ്റ ഫാക്ടറിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, ഒരുപാട് ഫാക്ടേഴ്സ് കൂടിച്ചേരുമ്പോഴാണ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്ക ഭാഗങ്ങളിൽ പല കേസ് സ്റ്റഡികളുടെയും ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, അതായത് വാരിയർ ജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ. വാരിയർ ജീനിൽ ഒരു ഇംബാലൻസ് ഉണ്ടെന്ന് കരുതി ആ വ്യക്തി വയലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആകണമെന്നില്ല. അമിഗ്ഡാലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ആ വ്യക്തി വയലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആകണമെന്നില്ല. അതിനോടൊപ്പം മറ്റ് പല ഫാക്ടേഴ്സ് കൂടി ചേരുമ്പോഴാണ് അയാൾ ശരിക്കും വയലൻ്റ് ആയിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഒരു സൈക്കോപാത്തായിട്ട് മാറുന്നത്. ഗ്യാം തിയറി അനുസരിച്ച് ഒരാൾ ക്രൂരനാകുന്നത് DNA യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അയാൾ കടന്നു പോകുന്ന പല സിറ്റുവേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന കുറവും സൊസൈറ്റിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഇന്നിക്വാളിറ്റിയും കാരണം ക്രൂരനായിട്ട് മാറാം. ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യം കൂടിയാണിത്. കൂടുതലായിട്ട് ഇന്നിക്വാളിറ്റി നേരിടുന്ന സമൂഹങ്ങളിലായിരിക്കും ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറുന്നത്. ക്രൂരമായിട്ടുള്ള സിനിമകൾ വലിയ ഹിറ്റുകളാകാനും മനുഷ്യരത് ആസ്വദിക്കാനുമുള്ള കാരണം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഡ്രിനാലിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ഡോപ്പമിൻ സെക്രീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ കൂടുതൽ ഡോപ്പമിൻ ഉണ്ടാകുന്നു, അതിനെ തുടർന്ന് അയാൾക്ക് കൂടുതലായിട്ട് അത് ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ അത്തരത്തിലുള്ള വയലൻസ് കാണാൻ ഈ വ്യക്തികൾക്ക് ഒരുപക്ഷെ താല്പര്യമുണ്ടായിരിക്കില്ല. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി ഒട്ടും സേഫ് അല്ലെന്ന് അയാൾക്കറിയാം. പക്ഷേ ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ വീടിൻ്റെ സുരക്ഷയ്ക്ക് ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആ സിനിമ ആസ്വദിക്കുമ്പോൾ ആ വ്യക്തിക്കറിയാം എന്നെ ഇത് ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. കൂടാതെ ഇതൊക്കെ വലിയ പാപമാണ്. യഥാർത്ഥ ലൈഫിൽ നമ്മൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമുക്ക് ക്രൂരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്, മരണം പോലും സംഭവിക്കാം. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും സുരക്ഷിതരാണ്, നമുക്കത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ നമ്മളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ട്, മോർബിഡ് ക്യൂരിയോസിറ്റി. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ടാബു അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം നമ്മളുടെ സുരക്ഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കാണുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി തരും. എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ഇത് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അത് അവരുടെ DNA ട്രൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു സോഷ്യൽ ബോണ്ട് വളർത്തിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖവും ഇവിടെ കിട്ടുന്നുണ്ട്. ചിലർക്കൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നത് അങ്ങനെ കണ്ടിട്ടുള്ള ക്രൂരമായിട്ടുള്ള സിനിമകളുടെ കഥകളും ആശയങ്ങളുമൊക്കെ മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ്. ചിലപ്പോൾ ആ രണ്ട് വ്യക്തിയും ഒരുമിച്ചിരുന്നായിരിക്കണം ആ സിനിമ കണ്ടത്. ആ സിനിമ കണ്ടതിന് ശേഷം അവർ രണ്ടുപേരും അതിലെ ക്രൂരമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോഴും അവർക്ക് അതിൽ നിന്നും ഒരു രസം ലഭ്യമാകുന്നതാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ 18 തികഞ്ഞവർ മാത്രം കാണുക എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് തിയേറ്ററിൽ വരുന്നത്. പക്ഷേ ഈ 18 എന്ന് പറയുന്ന ലിമിറ്റ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാവുകയില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ കുട്ടികൾ കാണുമ്പോൾ അവരിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കുമെന്ന്. ഈ സ്വാധീനം ചില ആളുകളിൽ 18 കഴിഞ്ഞാലും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു 20-25 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശേഷി ആ വ്യക്തിക്ക് ഉണ്ടാവുക. പല രാജ്യങ്ങളിലും ഈ കട്ട് ഓഫ് വ്യത്യസ്തമായിരിക്കും. ഒരു രാജ്യത്ത് തന്നെ ഒരേ സൊസൈറ്റിയിൽ തന്നെ ഉള്ള ആളുകളിൽ തന്നെ ഇതിൽ വ്യത്യാസമുണ്ടായിരിക്കാം. ചിലർ ഒരു 15 വയസ്സിൽ തന്നെ മെച്യൂർഡ് ആയിരിക്കാം. എന്നാൽ മറ്റു ചിലർ ഒരു 21-22 വയസ്സായാൽ പോലും അത്തരത്തിലുള്ള ഒരു മെച്യൂരിറ്റി പ്രകടിപ്പിക്കുകയില്ല. അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ 18 എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എന്നാൽ അടിക്കടി ശാസ്ത്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ചില പഠനങ്ങൾ നടത്തി ആ 18 വയസ്സ് എന്നുള്ളതിൽ ഏറ്റക്കുറച്ചിൽ വരുത്തുന്നതും നല്ലതാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് IQ ഡെവലപ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലുമുള്ള ലിങ്ക് പരിശോധിക്കുക.